കേട്ടതാണ്. നമുക്ക് മിഥുൻ വിജയകുമാർ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വാർത്താ ഏജൻസികൾ ഏതാണ്ട് 9 മിനിറ്റ് മുമ്പാണ് വാർത്താ ഏജൻസികൾ ഉറിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അവിടെ ഗൺ ഷോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ വലിയ സ്ഫോടന ശബ്ദങ്ങളടക്കം കേൾക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരും, അതിന്റെ സൂചനകളിലേക്കാണ് പോകുന്നത്. താങ്കളുടെ പ്രതീക്ഷ എന്താണ്? നോക്കൂ, എപ്പോഴൊക്കെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ഉറി, ബാരാമുള്ള, രജൗരി, പൂഞ്ച് ഇവിടേക്കൊക്കെ പാകിസ്ഥാന്റെ ഷെല്ലിംഗ് നടക്കുന്ന സ്ഥലങ്ങളാണിത്. അപ്പോൾ ഉറിയിലെ ആളുകൾക്ക് ഇത് ഒരു കോമൺ സംഭവമായിരിക്കും. കാരണം എപ്പോഴൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ തന്നെ ഇത് നേരിട്ടിട്ടുണ്ട്. സോ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മളിത് ആദ്യമായിട്ടല്ല കാണുന്നത്. എപ്പോഴൊക്കെ ഇന്ത്യ പാക് ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടോ പാകിസ്ഥാൻ സ്വീകരിച്ച ഒരു നയം എന്ന് പറയുന്നത് ഇന്ത്യൻ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലിയൻ ഫെസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇപ്പോൾ പോലും നമുക്ക് കാണാൻ പറ്റും പാകിസ്ഥാൻ ഒരിക്കലും നമ്മുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ മിലിറ്ററി ഫെസിലിറ്റീസിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സിവിലിയൻ ഫെസിലിറ്റീസ് ആണ്, ഗുരുദ്വാരകളാണ്, ചേർച്ചസ് ആണ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചർച്ചിനടുത്തുള്ള എന്താ പറയുക ചർച്ച് മിഷണറി സ്കൂളിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അവിടെ പഠിക്കുന്ന 2 കുട്ടികൾ കൊല്ലപ്പെടുന്നു, അവരുടെ ഫാമിലിക്ക് പരിക്കേൽക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒന്നും ഉത്തരവാദിത്തം പാകിസ്ഥാൻ ഏറ്റെടുക്കുന്നില്ല. നേരെ മറിച്ച് അവിടെ ഇപ്പോൾ നടക്കുന്ന ഒരു വലിയൊരു യുദ്ധം നടന്നത് ഡിസ്ഇൻഫോർമേഷൻ വാർഫെയർ ആണ്. കാരണം സോഷ്യൽ മീഡിയ വഴി അവരുടെ മാധ്യമങ്ങൾ വഴി അവർ പടച്ചുവിടുന്ന പല എന്താ പറയുക തെറ്റായ പ്രചരണങ്ങളുണ്ട്. അപ്പോൾ അതിനെയും കൂടെ നമ്മൾ കൗണ്ടർ ചെയ്യണം. കാരണം അതിപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ട്, ആളുകൾ അത് ഷെയർ ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലുള്ള ആളുകൾ പോലും അതെടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം പാകിസ്ഥാൻ ഒരു ഭാഗത്ത് ഒരു എന്താ പറയുക ഒരു പ്രോക്സി വാർ നടത്തുകയും സിവിലിയൻ ലൈഫിനെ ടാർഗറ്റ് ചെയ്യുകയും മറുഭാഗത്തൊരു മിസ്ഇൻഫർമേഷന്റെ വലിയ രീതിയിലുള്ളൊരു അറ്റാക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ കേണൽ ഡിന്നി സൂചിപ്പിച്ചതുപോലെ ഒരു വിൻഡോ നമ്മൾ എപ്പോഴും തുറന്നിടാറുണ്ട്. പാകിസ്ഥാന് അവസാനിപ്പിക്കണമെങ്കിൽ അതിനുള്ള സാധ്യത, അതായത് വാർത്താസമ്മേളനത്തിലടക്കം നമുക്ക്, അതായത് മാധ്യമപ്രവർത്തകർക്ക് അടക്കമുണ്ടാകുന്ന നിരവധി സംശയങ്ങളുണ്ട്. പക്ഷെ അതിനുപോലും ഇട നൽകിയില്ല. അതാണല്ലോ ഒരു സ്ട്രാറ്റജി എന്നത്. വളരെ കൃത്യമായി എന്താണോ പറയേണ്ടത് അത് മാത്രമാണ് ഇപ്പോഴും ഇന്ത്യൻ സൈന്യം, വിദേശകാര്യ മന്ത്രാലയം തീവ്രത കൂട്ടണമെന്നാണ് പാകിസ്ഥാന്റെ ആഗ്രഹമെങ്കിൽ അത് നിങ്ങൾക്ക് കൂട്ടാം, അതല്ല കുറയ്ക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതും പാകിസ്ഥാന് തീരുമാനിക്കാം. അങ്ങനെ ഒരു കാര്യം ഇന്ത്യ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഇന്നും ഈ മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ആ ഓപ്ഷൻ തെരഞ്ഞെടുക്കാൻ പാകിസ്ഥാൻ ഒരുക്കമല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് മിഥുൻ? അതെ 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 തീർച്ചയായും. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ആക്ച്വലി അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം രക്ഷിക്കുക എന്നത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഈ ഒരു യുദ്ധത്തെ ഒരു പക്ഷേ ഒരു അവസരമായി കാണുകയാണ് അവർ. അവരുടെ ഉള്ളിലെ പൊട്ടിത്തെറികൾ പലതും മറച്ചു വെക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ സൈലന്റ് ആയിട്ട്, ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ സൈലന്റ് ആവും. കാരണം പല പാകിസ്ഥാന്റെ ഉള്ളിലെ ഇഷ്യൂസ് ഒക്കെ തന്നെ അങ്ങ് പൂണ്ടുപോയതിനകത്ത്. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റിവെക്കാനും വേണ്ടിയിട്ടാണ് ഈ യുദ്ധത്തിൽ അവർ ഇറങ്ങുന്നത്. കാരണം ബേസിക്കലി അവരെ സംബന്ധിച്ച് ഉള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എക്കണോമിക് ഇഷ്യൂസ് ഉണ്ട്, മറ്റു പല വിഷയങ്ങളുണ്ട്. അതൊക്കെ തന്നെ മാറ്റിവെക്കാൻ അവർക്ക് ഈ ഒരു യുദ്ധം കൊണ്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഞങ്ങളെ പല സമയത്തും അറ്റാക്ക് ചെയ്യുന്നു, സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കുന്ന മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അവർക്ക് പറയാം ഈ ഞങ്ങൾക്ക് എന്താ പറയുക വലിയ രീതിയിൽ ഞങ്ങൾ ഈ ഒരു വാർഫെയറിന് ഇറങ്ങുകയാണ്, ഞങ്ങൾക്ക് ഇത്ര നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിക്കും. അപ്പം പാകിസ്ഥാന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒരുപാട് അവർക്കിപ്പോൾ മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അവിടുത്തെ തെരീക്കെ താലിബാൻ ഇവരൊക്കെ തന്നെ പാകിസ്ഥാനെതിരെ തിരിയുന്ന ഒരു അവസരം കൂടിയാണ് ഇപ്പം ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ബലോച്ച് ലിബറേഷൻ ആർമി അവിടെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് വെറും ഇന്ത്യ ആയിട്ട് മാത്രമല്ല, പാകിസ്ഥാന്റെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് കൂടെ ഇവിടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാൻ ഇപ്പം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ സമീപിച്ചിട്ടുണ്ട്. വീണ്ടും അതാണ് ഈ യുദ്ധം നടത്താനുള്ള കേപ്പബിലിറ്റി എത്രത്തോളം പാകിസ്ഥാൻ ഉണ്ട് എന്ന കാര്യമാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം 1.3 ബില്യന്റെ ബെയിൽ ഔട്ടാണ് അവരിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവിടെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ട് ഈ റിവ്യൂ കമ്മിറ്റിയിൽ. അപ്പം പാകിസ്ഥാൻ അത് കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ആസ് സച്ച് ഈ ഒരു യുദ്ധത്തിന് എത്രത്തോളം പ്രിപ്പയർഡ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കംപ്ലീറ്റ് കൊളാപ്സ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം തന്നെ നോക്കൂ, പാകിസ്ഥാന്റെ എല്ലാ മേജർ സിറ്റീസ്, അതിപ്പോൾ കറാച്ചി ആയിക്കോട്ടെ, രാവൽപിണ്ടി ആയിക്കോട്ടെ, ഇസ്ലാമാബാദ് ആയിക്കോട്ടെ, യു നെയിം ഇറ്റ്, അവിടെ എല്ലാം തന്നെ ഒരു വലിയ ഷട്ട് ഡൗൺ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാന്റെ എക്കണോമിക് ആക്ടിവിറ്റി പൂർണ്ണമായിട്ടൊരു
ഒരു സ്റ്റാൻഡ് സ്റ്റിൽ പോയിന്റിലേക്ക് എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അപ്പോൾ അത് തന്നെയാണ് പല എന്താ പറയുക ഫിനാൻഷ്യൽ അസസ്മെന്റ് കമ്പനീസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല അനാലിസ്റ്റും പറയുന്നത്. കാരണം ഇന്ത്യക്ക് ഈ യുദ്ധം ഒരു വലിയ പ്രശ്നമല്ല, പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചത് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കംപ്ലീറ്റ് ഡാമേജ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ തന്നെ വെറും 3-4 ദിവസം കൊണ്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പാകിസ്ഥാനാണ് ശരിക്കും ചിന്തിക്കേണ്ടത് ഈ ഒരു യുദ്ധം പാകിസ്ഥാൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പബ്ലിക്കിനെ വിശ്വസിപ്പിക്കുക, പബ്ലിക്കിനെ അതായത് അവരുടെ സിറ്റിസൺസിനെ എന്താ പറയുക വിശ്വസിപ്പിക്കുക, നമ്മൾ കേപ്പബിൾ ആണ്, നമ്മുടെ ആർമി ഇവിടെ സ്ട്രോങ് ആണ്. പക്ഷേ ഒരു ഭാഗത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈ നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുമ്പം പാകിസ്ഥാൻ സിവിലിയൻസ് അലേർട്ടാണ്, അവർ അറിയുന്നുണ്ട്. കാരണം ഇവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ആർമിയിലുള്ള വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം പാകിസ്ഥാനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ റിസോഴ്സസ് ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം മിലിറ്ററി റിസോഴ്സസ് കംപ്ലീറ്റ് ഡിപ്ലീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ തന്നെ ഇന്ത്യ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെറുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിൽ പാകിസ്ഥാന്റെ റിസോഴ്സ് ഡിപ്ലീഷൻ നടക്കുന്നു, എക്കണോമിക് ആക്ടിവിറ്റി ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് പോകുന്നു, പാകിസ്ഥാന്റെ ജനങ്ങൾക്ക് പാകിസ്ഥാൻ ആർമിയിലുള്ള വിശ്വാസം കുറയുന്നു. അപ്പോൾ ആ സമയത്താണ് പാകിസ്ഥാൻ തീ കൊണ്ട് കളിക്കുവാനുള്ള ശ്രമം നടത്തുന്നത്. ആരാധനാലയങ്ങളെ ലക്ഷ്യം വെക്കുക എന്ന് പറയുമ്പോൾ തീ കൊണ്ട് കളിക്കുന്നതിന് തുല്യമാണല്ലോ ശ്രീ വേണുഗോപാൽ.